Amrithveni Life Kid Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Easter. Okay, judges. നമുക്കൊരു അൺപ്ലഗ്ഡ് റൗണ്ടിലേക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ കീർത്തി അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം കീർത്തി.
എന്താ ചേച്ചി? ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അൺപ്ലഗ്ഡ് ആ ഒരു കവർ സോങ് വേർഷൻ ആയിട്ട് കൊണ്ടുവന്നു അല്ലേ? ചോദിക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. മഞ്ജരി ചേച്ചി. കീർത്തി. എന്താ ചേച്ചി? നല്ല ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു ചേച്ചി. സൂപ്പർ സെലക്ഷൻ. എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട്. ശരിക്കും ഇതിനകത്തൊരു നിറയെ ഇംപ്രൂവൈസ് ചെയ്യാൻ സ്കോപ്പുള്ളൊരു പാട്ട്. നമ്മൾ ഈ പാടി പോകുമ്പോൾ ഇങ്ങനെ കുറേ ഇംപ്രൂവൈസ് ചെയ്യാൻ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും മനസ്സിൽ അല്ലേ? രജത് ആൻഡ് നമ്മുടെ അൺപ്ലഗ് ടീം മൊത്തം ഫാന്റാസ്റ്റിക് ആയിരുന്നു, ഉഗ്രൻ. നല്ല രസമുണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ഇതിൽ തോന്നിയെന്താ വെച്ചാൽ മോളെ ആ കുറച്ചുകൂടി ശ്രുതി വൈസ് ഒരു കൺസിസ്റ്റൻസി നിൽക്കുന്നില്ലായിരുന്നു. അത് കാരണം എന്താ വെച്ചാൽ ഈ പാട്ട് കുറേ ഋതമൊക്കെ ഉണ്ടല്ലോ ശരിക്കുള്ള പാട്ടിൽ. ഇതിപ്പം അത് ഋതം ഒക്കെ മാറിയിട്ട് അൺപ്ലഗ്ഡ് ആയിട്ട് പോകുമ്പോൾ വോയിസ് നല്ല ക്ലാരിറ്റിയിൽ നല്ലോണം ലൗഡായി കേൾക്കും. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ചില പോർഷൻസൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയാൽ കൊള്ളാം എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് തോന്നി. കാരണം ഇതിനു മുൻപ് കീർത്തി അങ്ങനെ പാടിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി അതുപോലത്തെ ഒരു സംഭവം ഇതിൽ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ചില പോർഷൻസൊക്കെ. പക്ഷേ മോളെ ആ ലാസ്റ്റിലത്തെ സംഗതി ഒന്ന് പാടും. ഏതോ തെന്നൽ ഏതോ തെന്നൽ. ഇതിപ്പം മോളെ കുറച്ച് അറ്റാക്കിംഗ് ആയിട്ടാണ് തോന്നുന്നത് സംഗതി. തെന്നലല്ലേ? അപ്പൊ അതിന് ആ ഒരു സ്വീറ്റ് ആയിട്ടൊന്ന് പാടിയത്. ഏതോ തെന്നൽ 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 പാടി വരും അത്. ഏതോ തെന്നൽ തേരിൽ. അതൊക്കെ അവിടെ തേരിൽ അത് ആ ശ്രുതി നിൽക്കുന്നില്ല. തേരിൽ ഇതിലൊക്കെ ഇതിൽ കൂടുതലും സസ്റ്റെയിൻസ് ആണ് അവിടെ ഇവിടെ കിള. അപ്പം അത് ശ്രുതിയിൽ ഇങ്ങനെ ചേർന്ന് നിന്നില്ലെങ്കിൽ അത് വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്തോ ഓക്വേർഡായിട്ട് തോന്നും അതിൽ. മോള് നല്ല സംഗതീസ് ഇതിൽ ഇടുന്നുണ്ട്, ഇംപ്രൊവൈസേഷൻസ് ഇടുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് കിട്ടണമെങ്കിൽ ആ ശ്രുതിയുമായിട്ട് അത് ചേരണം. അത് ആ ഒരു ലാസ്റ്റ് പല്ലവി ഒന്ന് പാടിത്തരൂ. കുറച്ച് ഈ കാറ്റൊന്ന് ഒഴിവാക്കിയിട്ട്. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി സുഗന്ധം മായല്ലേ സുഗന്ധം മായല്ലേ 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 മരന്തം തേരല്ലേ കേടാതെ നാളമേ നാളമേ. ആ മേ എവിടെയാ നിർത്തിയത്? നാളമേ നാളമേ. ആ അത് കുറച്ച് ക്ലിയർ ആവണം. മോളെന്താ പാടുന്നത്? ബാക്കി ഇതിപ്പോ ഇവിടെ ഇതിനകത്ത് ഈ സംഗതികളുടെ ഒരു ഇഷ്ടം, കീർത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഇഷ്ടം, ഇത് എനിക്ക് പാടണം എന്നുള്ള ഇഷ്ടമുണ്ടല്ലോ. ആ ഇഷ്ടം കാരണം ഇത് നമുക്ക് ആ ഒരു വെപ്രാളം മാറി കിട്ടുന്നില്ല. ആ വെപ്രാളം അവിടെ നിന്ന് പോകണം. ഈ ഇരുത്തം വരിക എന്ന് പറയില്ലേ. അപ്പോൾ മോൾക്ക് ഇവിടെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ലെവൽ കൂടുതലാണ്. അപ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ ലെവൽ കൂടുമ്പം സംഗതികളൊക്കെ അറിയാം ഉള്ളിൽ, അത് വരണമെന്നുണ്ട്. അപ്പോൾ ഈ ഇതിൻ്റെ ഇടയിൽ ആ ബാലൻസ് നിൽക്കില്ല. അതാണ് ആ ശ്രുതി ഇങ്ങനെ ചില സ്ഥലത്ത് ശ്വാസം എടുക്കുന്നതും എല്ലാം ഒരു ചേർച്ച വരണം. അത് കുറച്ചുകൂടി ഒന്ന് മോളത് പ്ലാൻ ചെയ്യണം. കാരണം ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ പ്രോബ്ലം ഉണ്ടായിരുന്നു മോള്. ഇതൊരു സ്വിങ് പോലെ ഇങ്ങനെ പോകണം. അത് പാടി ഇങ്ങനെ പോകുമ്പോൾ അപ്പോൾ പുതിയതായിട്ടുള്ള സംഗതികൾ ഇടാൻ പറ്റും. അപ്പം കീപ് പ്രാക്ടീസിങ്. ഇത് ഇപ്പോഴും ഇതൊരു നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു മോളെ ഉഗ്രൻ സെലക്ഷൻ. എന്തായാലും ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ശരത് സർ. കീർത്തി, എന്തോ സാർ? നല്ല സെലക്ഷൻ കീർത്തി. താങ്ക് യു സാർ. നല്ല പാട്ടാണ് അത്. ഒരു വണ്ടർഫുൾ സോങ് ആണ്. വേറെ ഒന്നുമില്ല ഇതിൽ, സുഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇന്ന് കീർത്തി പാട്ട് കീർത്തിക്ക് തന്നെ അത് അങ്ങോട്ട് ബോധിക്കാത്ത പോലെ തോന്നി. പിന്നെ പ്രധാനമായിട്ട് ശ്രുതിയുടെ ഈ സസ്റ്റൈനൊക്കെ പിടിക്കുമ്പോഴേ അതൊന്നും കൂടെ കാര്യം നിങ്ങളൊക്കെ ചെറുപ്പമല്ലേ, അതൊന്നും നോക്കിക്കൊള്ളാം. പിന്നെ അതിൽ വലിയൊരു സംഗതി അല്ല അത്. ഏതാണ് തെന്നൽ? അതെന്തിനാ തെന്നുന്നത്? അത് കൂളായിട്ട് പാടണ്ടേ? തെന്നലിന്റെ അർത്ഥം എന്താണ്? കാറ്റ്, ഒരു മന്ദമാരുതൻ, ഇളം കാറ്റ്, അതാണിത്.
അപ്പൊ അതല്ല വേണ്ടത്. ഇവനെ സംഗതി പാടുമ്പോ സംഗതി ആണെങ്കിലും അതിനൊക്കെ അതിന്റെ ആ ഒരു സുഖം ഉണ്ടാവണം. ഓക്കെ സാർ. ഒന്ന് വൃത്തിയായിട്ട് പാടാമോ? അത് ഒരു തവണ വൃത്തിയായിട്ട് അങ്ങ് പാടും. ഏതോ അത് ആ ഏതോ ഒക്കെ ചേരട്ടെ. ഏതോ തെന്നൽ തേരിൽ ഇതാണോ പാടിയത്? മാറിപ്പോവും ചൂടി. മാരിപ്പൂ ശരിയായോ? മാറിപ്പോവും ചൂടി. ചൂടി പോരു കാർമുകിലേ. ഇതൊക്കെ ഒന്ന് ശരിയാക്കണം കീർത്തി. ഓക്കെ സാർ. നമുക്കിനി സമയം ഇതിപ്പോ 4 ദിവസം കഴിഞ്ഞ ഫിനാലെയാണ്. കീർത്തി നല്ലൊരു പാട്ടുകാരിയാണ്, ഒരു ഡൗട്ടും ഇല്ല. ഈ സ്റ്റേജൊക്കെ ഉഴുത് മറിച്ച് കീറി മറിച്ചതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുമുണ്ട്, ചില വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ഉള്ള സത്യം പറയാമല്ലോ. ഈ പാറു ഈ കുഞ്ച ഭയങ്കര ഭീകര സംഗതി അവിടെ ചുമ്മാ കൂളായിട്ട് വന്ന് പാടും, അത് ലൈവ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഇതെന്തോ ഇത്. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഇഷ്ടപ്പെട്ടെന്നാൽ ഒരു മനസ്സ് നിറഞ്ഞ് അത് പറയാൻ പറ്റുന്നില്ല കീർത്തി, അതേ ഉള്ളൂ. ഒരു കുറേയും കൂടെ കീർത്തി നന്നായിട്ട് പാടുന്ന ഒരാളാണ്, കുറേയും കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് കേട്ടോ. പോയി ശരിയായിക്കോളാം. ഇനി എല്ലാ ക്ലാരിറ്റി അതുപോലെ ശ്രുതി രണ്ട് പിടിക്കുക. ഓക്കെ സാർ. തകർക്കണം. Yes, sir. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക്ക. കീർത്തി, എന്തൊക്കെ? ഒന്ന് ഉഗ്രൻ സോങ് സെലക്ഷൻ. താങ്ക് യു. നമ്മളെല്ലാവരും അങ്ങേറ്റം സ്നേഹിക്കുന്ന ഒരു പാട്ടും സിനിമയും. അതെ, ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പൊ അതിൽ ഈ പാട്ട് വരുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആണ്. സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവരും അകത്തിന്റെ അകത്ത് പതിഞ്ഞ ഒരു പാട്ട്. കീർത്തി ഒരു ഉഗ്രം പാട്ടുകാരിയാന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ചില ദിവസങ്ങളിൽ ഇതിങ്ങനെ സംഭവിക്കാം, നമുക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. ഇപ്പൊ ചിലപ്പം കീർത്തിക്ക് സിംഗിങ് ആണെങ്കിൽ എനിക്ക് കമ്പോസിങ്ങിന്റെ സമയത്ത് ഇതുപോലെ പറ്റാറുണ്ട്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. അത് ഹ്യൂമൻ നേച്ചറാണ്, അത് ദാറ്റ്സ് ഫൈൻ. ഇവിടെ നമ്മുടെ വില്ലൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ച 2 കാര്യം. ഒന്ന് ശ്രുതി, ഒന്ന് ക്ലാരിറ്റി. എന്താണ്, ഏതൊക്കെ നോട്ടുകളാണ് ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത് ശ്രുതി കൂടെ ചേരുന്നില്ലെങ്കിൽ അത് ഭയങ്കര വിയേർഡായിട്ട് തോന്നും. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു പാട്ട് അൺപ്ലഗ്ഡ് എന്ന് പറഞ്ഞൊരു റൗണ്ട്. കാരണം അൺപ്ലഗ്ഡ് എന്ന് പറയുന്നത് മിനിമലിസ്റ്റ് ഇൻസ്ട്രുമെന്റേഷൻ ആണല്ലോ. അപ്പൊ കീർത്തിയുടെ വോയിസ് ആണ് അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നമുക്ക് ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവും. എൻ്റെ മെയിൻ പ്രശ്നം ഈ പ്രഭാകിരണം വരവായി, ആ വരവായുടെ സസ്റ്റെയിൻ ഉണ്ടല്ലോ, അത് അങ്ങ്, കാരണം അവിടെ എംപ്റ്റിനെസ് ആയിരുന്നു, അവിടെ വഴുതി നന്നായിട്ട്. അപ്പൊ അത് ഒന്ന് അടിച്ചു എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതോ തെന്നൽ തേരും, അതായിരുന്നു നമുക്ക് കൂടുതൽ ഇടിച്ചത്. അവിടെ ഇടയ്ക്ക് കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും ഭേദമായിട്ട് നന്നായിട്ട് പാടാൻ ശ്രമിക്കാം. ഓക്കെ സാർ. കേട്ടോ? ഓൾ ദി വെരി ബെസ്റ്റ്. യെസ് സർ. താങ്ക് യു. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. കീർത്തിക്കുട്ട, എന്തോ? ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. ശരത് സാർ. കീർത്തിക്കുട്ട, എന്തോ സാർ? ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു സാർ. താങ്ക് യു സർ. ഷാനിക്ക. കീർത്തി, ഓക്കെ, സോ ടോട്ടൽ 18. താങ്ക് യു ചേച്ചി. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.